മഴ ശക്തമായതോടെ വലിയ ആശങ്കയിലാണ് തൃശൂർ കോഴിക്കോട് ദേശീയപാതയോരത്തെ ആളുകൾ. മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാതയ്ക്കായുള്ള മണ്ണെടുപ്പും അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണവും ആശങ്ക സൃഷ്ടിക്കുകയാണ്. മണ്ണെടുത്ത ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നതും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം മഴവെള്ളം വീടുകളിലേക്ക് കുത്തിയൊലിച്ചെത്തുന്നതുമാണ് പരിസരവാസികളെ ഭീതിയിലാക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഇവിടെ കാക്കഞ്ചേരി ചന്ത നടക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഇതിലൊരു റോഡ് ആക്സസ് ഉണ്ട്. NH ഇതുവരെ ഈ റോഡ് ആക്സസ്, ഈ പഞ്ചായത്ത് റോഡിന് ആക്സസ് ഇതുവരെ തന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ വാള് നിർമ്മിച്ചത്, ഈ വാള് ഇവിടെ നിർമ്മിച്ച വാളാണ്. ഈ വാള് കിടക്കുന്നത് ഏതാണ്ട് 8 ഇഞ്ചോളം തള്ളിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത് കാണാതെ NH കുഴച്ചിട്ട് കോൺക്രീറ്റ് ആണ് ഇവിടെ കാണുന്നത്. ഈ കെട്ട് മുഴുവൻ തള്ളിക്കിടക്കണം. അപ്പൊ ഈ കാണുന്ന കല്ലുകളൊക്കെ വെച്ചോടത്തൊക്കെ ഈ ഇന്നലത്തെ മഴ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രിയൊക്കെ മഴ പെയ്തിട്ട് ചേലേമ്പ്രയിൽ പ്രളയമായിരുന്നു NHന്റെ കാരണത്താൽ. ഇവര് ഡ്രെയിനേജ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തുറന്നിട്ടുകൊണ്ട് ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളുടെ വീടിനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത്. കൂടുതൽ വിവരങ്ങൾ അഷ്കർ അലി കരിമ്പ നൽകും. അഷ്കർ അലി, ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളുടെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമല്ലേ ഇത്? അധികൃതർ എന്തുകൊണ്ടാണ് മുഖം തിരിക്കുന്നത്? NH66 തലപ്പാറ മുതൽ രാമനാട്ടുകരയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ജനങ്ങൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള, പ്രത്യേകിച്ച് മഴ ശക്തമായതാണ് വലിയ ആശങ്കകളും ഭീതിയും സൃഷ്ടിക്കാൻ കാരണമാകുന്നത്. ചില ഭാഗത്ത് മണ്ണിടിച്ചിലാണെങ്കിൽ ചില ഭാഗങ്ങളിൽ വെള്ളം അതിരൂക്ഷമായ രീതിയിൽ കുത്തിയൊലിച്ചുകൊണ്ട് വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം നമുക്ക് ഒന്ന് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കാക്കഞ്ചേരി വളവിന് സമീപം സ്പിന്നിംഗ് മില്ല് ഭൂമിയുടെ ഏകദേശം 50 മീറ്റർ നീളത്തോളമാണ് പാറയും മരവും മണ്ണവും ഒക്കെ പാടി ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ ആ ഭാഗത്തൂടെ വാഹനങ്ങൾ ഉണ്ടാവാതിരുന്നത് കൊണ്ട് മാത്രം വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഭാഗത്ത് സമാനമായ രീതിയിൽ തന്നെ അവിടുത്തെ ഭൂഘടനയെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങളൊന്നും തന്നെ കൃത്യമായി ഭിത്തികൾ സ്ഥാപിക്കുകയോ ഇല്ലെങ്കിൽ അതിന് തടസ്സമാവുന്ന പ്രതിരോധ മാർഗങ്ങളൊന്നും തന്നെ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. സ്വാഭാവികമായും ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ പക്ഷേ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാകേണ്ടി വരും. അത്രത്തോളം ഉയരത്തിൽ മണ്ണെടുത്ത് ഭിത്തികളില്ലാത്ത രീതിയിൽ മണ്ണിടിച്ചലിനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്തെ ആശങ്ക. മറുഭാഗത്താണെങ്കിൽ ഇത്തരത്തിൽ അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണം വ്യാപകമായി ഉണ്ടാകുന്നു. വെളിമുക്ക്, പാലക്കലൊക്കെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴകളൊക്കെ തന്നെ വീടുകളിലേക്ക് മഴവെള്ളം കുത്തി ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. വീടുകളും മുറ്റവും കിണറും എല്ലാം ചളിവെള്ളം നിറയുന്ന സാഹചര്യം, അവിടുത്തെ കുടിവെള്ളം പോലും ഉപയോഗശൂന്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മഴവെള്ളം ചളിവെള്ളമൊക്കെ എത്തി അവിടുത്തെ ആളുകളെ ദുരിതജീവിതമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ പരസ്പരം പഴിചാരിക്കൊണ്ട് ഈ നിർമ്മാണ കമ്പനിയും അതുപോലെ തന്നെ ഹൈവേ അതോറിറ്റിയും പരസ്പരം പഴിചാരിക്കൊണ്ട് കൈ കഴുകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ ഇത് എത്രത്തോളം ഈ വീടുകളിൽ താമസിക്കാൻ പോലും തങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു ചോദ്യമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ റോഡുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജുകൾക്കായി സ്ഥാപിച്ച ഭിത്തികളടക്കം ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മണ്ണൊക്കെ ഒലിച്ചു പോകുന്നു, കോൺക്രീറ്റ് പാളികൾ പോലും ഇളകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ആശങ്കകൾ പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഈ മഴവെള്ളം അത് കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം പാടങ്ങളിലേക്കോ ഇല്ലെങ്കിൽ അത് കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യവും ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. സുജിയ.